പുറത്തൊക്കെ പോയിട്ട് വന്നാണേ. സോ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് താഴെ വന്ന് കുറേ കാര്യങ്ങൾ എല്ലാവരും ചോദിച്ചു. 2-3 പേര് ചോദിച്ചിരുന്നേ. ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം ഈ പങ്കാളികൾ തമ്മിലുള്ള പൊസസീവ്നെസ്, അത് ഗേൾ ഫ്രണ്ട് ആകാം, ഇന്നത്തെ കാലത്ത് ലിവിങ് ടുഗെദർ പാർട്ട്ണർ ആകാം, ഹസ്ബൻഡ് വൈഫ് ആകാം, അല്ലെങ്കിൽ വെറും ഫ്രണ്ട്സ് ആകാം. അപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസസിൽ ഞാൻ കണ്ടുവന്ന കാര്യങ്ങൾ, പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ. ബോയ്സ് ആൻഡ് ഗേൾസ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുണ്ട്, റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള വഴക്കുകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മൂല കാരണം എന്താണെന്നറിയോ? നീ എൻ്റേതാണ്, നീ എൻ്റേത് മാത്രമാണ് എന്നൊക്കെ പറയുന്ന ഒരു പൊസസീവ്നെസ്. ഇത് തന്നെയാണ് അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള ഇഷ്യൂവിൻ്റെ ബേസിക് അടിസ്ഥാനവും അതാണ്. മദർ ഇൻ ലോയ്ക്ക് ഈ മകന് ചിലപ്പം ചെറുപ്പത്തിലെ ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്ന മകനൊക്കെ ആയിരിക്കാം. അവർ ഒരുപാട് ഉറക്കമിളച്ച് രാത്രികളിൽ മകന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ അമ്മയായിരിക്കാം. എല്ലാം അമ്മ തന്നെയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ആ അമ്മയ്ക്ക് ഈ മകൻ തൻ്റെ ഒരു പ്രോപ്പർട്ടി ആണെന്നുള്ളൊരു ചിന്തയുണ്ടാകാം എപ്പോഴും. ഇതൊക്കെ സൈക്കോളജിക്കലായിട്ട് വന്ന് ഭവിക്കുന്നതാണല്ലോ. അപ്പോൾ പുതിയതായിട്ടൊരാൾ വന്നു കഴിയുമ്പം ആ മകൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ റെഡി ആയിട്ടുള്ള ചില കുട്ടികളുണ്ടാവും. ചിലപ്പോൾ അത് നോക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഭാര്യ എന്ന് പറയുന്നത് തൻ്റെ മടിയിലിരുന്ന് താൻ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ മകനെ, തൻ്റെ ജീവശ്വാസമായ തൻ്റെ മകനെ അവൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു ഫീൽ എവിടെയോ വരുന്നതായിരിക്കാം അമ്മമാർക്കും. എല്ലാവർക്കും അല്ല, ചിലർക്ക് അങ്ങനെ വരുന്നുണ്ടാകാം. ഇതൊക്കെയാണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പൊസസീവ്നെസ്സിൻ്റെ ടൈപ്പ് അല്ലെങ്കിലും അടിസ്ഥാനം പൊസസീവ്നെസ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ആദ്യം പറയാവേ. ആ കുട്ടി ചോദിക്കുന്നത്, ഇപ്പം ഒരു പാർട്ടിക്ക് പോവുകയാണെന്ന് വിചാരിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് തന്നെ ഞാൻ പറയുകയാണ് ഇവിടെ. അങ്ങനെ പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ എപ്പോഴും വൈഫ് അടുത്തിരിക്കണം, പിക്ചർ എടുക്കണം എന്നൊക്കെ ഉള്ളത് ആ വൈഫിന്, ഒരു നോർമലായിട്ടുള്ളൊരു വൈഫിന്, അതായത് സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് അതൊരു വലിയ കാര്യമായിരിക്കും. അതേസമയം ഭാര്യയുടെ അടുത്ത് നിന്ന് മാറി വേറെ സുഹൃത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതും അല്ലെങ്കിൽ അവരെ ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഒരുമാതിരിപ്പെട്ട ആളുകൾക്കെല്ലാം അത് വേദനാജനകമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ സമൂഹവും, അങ്ങനെ ആയിരിക്കാം. കാരണം അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിച്ച് എൻ്റേത് നിൻ്റേത് എന്ന് പറഞ്ഞ് ഒരു ബൗണ്ടറീസ് ഉണ്ടാക്കുകയാണല്ലോ. അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുമ്പോൾ, മൂന്നാമത് ആരും ആയിക്കോട്ടെ, ചിലപ്പം ആ ആണുങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാകാം. അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ബോധമുണ്ട്. എന്തുകൊണ്ടാന്ന് പറയട്ടെ, അത് വേണ്ട എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ട. നമ്മളുടെ ഇതിന് വേണ്ടിയിട്ട് ഇനി ഒരു പൊസസീവ്നെസ് കൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എങ്കിൽ നമ്മളത് മാറ്റേണ്ടതാണ്. എവിടെയാണ് ഈ ലോയൽറ്റിയും പൊസസീവ്നെസ്സും ഉടലെടുക്കുന്നത്? അല്ലെങ്കിൽ ലോയൽറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വഞ്ചിക്കുന്നത് ലോയൽറ്റി അല്ല, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഭാര്യ എങ്ങനെയാണ് വഞ്ചിക്കുക എന്ന് പറയുന്നത്? ഭാര്യ വഞ്ചിക്കുന്നത് ഒരു പക്ഷേ ഫിനാൻഷ്യൽ വഞ്ചന ഉണ്ടാകാം. അതായത് പണവും ഇതുമെല്ലാം വേറെ രീതിയിൽ ചിലവഴിച്ച് കളയാനുണ്ടാവും. ഗ്യാംബ്ലിംഗ് ആവാം, അല്ലെങ്കിൽ ചീത്ത സ്ത്രീകളുടെ അടുത്ത് പോകുന്നതാകാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ശരിയായിട്ടുള്ള ബിസിനസ്സിൽ കൊണ്ടുപോയി ഇടുന്നതാകാം, എന്നിട്ടത് പൊട്ടിപ്പോകുന്നതാകാം, ഭാര്യ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ലോയലല്ല എന്ന് നമ്മൾ പറയും, അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ നേരെ കാണുന്ന ഒരു ചെറിയ ഒരു സമൂഹത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ലോയൽറ്റിയിൽ പെടില്ല. എന്നാൽ ഭാര്യയോട് വളരെ ലോയലാണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടേ ചെയ്യുള്ളൂ, കണ്ട സ്ത്രീകളെ നോക്കുകയോ ഒന്നുമില്ല, വളരെ കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയുള്ളൊരു ഗൃഹനാഥൻ. പക്ഷേ അദ്ദേഹം വെട്ടിപ്പ് നടത്തും. അദ്ദേഹം വന്നിട്ട് എൻവിറോൺമെൻ്റൽ ഫ്രണ്ട്ലി അല്ല, കണ്ടെടുത്തെല്ലാം തുപ്പി വെക്കും. പിന്നെ പാക്കൊക്കെ ചവച്ച് വല്ലവരുടെയും വെളുത്ത മതിലിൽ കൊണ്ടുപോയി തുപ്പും. പിന്നെ കാറൊക്കെ കണ്ടതുപോലെ പാർക്ക് ചെയ്തിട്ട് പോവും. വല്ലവരുടെയും ഗേറ്റിൻ്റെ മുമ്പിൽ ഹഫിസാർഡിൽ പാർക്ക് ചെയ്യും.
ആർക്കും ഒരു എമ്പതി ഇല്ല, ആരെയും സഹായിക്കില്ല. ആരോടും ഒരു എമ്പതി ഇല്ല, ആരെയും സഹായിക്കില്ല. 10 പൈസയുടെ ഗുണം നാടിന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അയ്യോ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഇനി വരുന്നവർക്ക് അത് ഉപദ്രവമാകും എന്നുള്ള ചിന്തയോടുകൂടി ചെയ്യാതിരിക്കില്ല. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മലരിക്കൽ എന്ന് പറയുന്ന ഒരു തടാകത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ഒരുപാട് ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കും. ആ ആമ്പൽപ്പൂക്കൾ ശരിയാണ്, ആമ്പൽ അന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അത് വിരിഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അത് കൂമ്പിപ്പോവെന്നാണല്ലോ പറയണത് ആമ്പൽ. അപ്പം ആ അമ്പൽപ്പൂവ് കൂമ്പിപ്പോകുന്ന അമ്പൽപ്പൂവാണ് ഞങ്ങൾ പറിച്ചെടുക്കുന്നുള്ളൂ എന്നുള്ള ഒരു വിചാരത്തിൽ പോകുന്നവരെല്ലാവരും ഈ ഒരു പിടിയെങ്കിലും അത് പറിച്ച് വലിച്ചിങ്ങ് എടുക്കും കേട്ടോ, ആ പാടത്തുണ്ടാകുന്നത്. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, നമ്മൾ ഇതങ്ങ് പറിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ശേഷം അന്ന് ഒരു ദിവസത്തിൽ പിന്നെയും ബാക്കിയുള്ള സമയത്ത് വരുന്ന ആളുകൾക്ക് ഇത് കാണാൻ കിട്ടുമോ? ഈ പൂക്കളെ നമ്മളത് പിടിച്ചു കൊണ്ടുപോയി പോകുന്ന വഴിക്ക് കുറച്ച് നേരം അതിനെ ആസ്വദിക്കും, പിന്നെ അതിങ്ങനെ വല്ലാണ്ടായി കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും ദൂരെ വഴിയിൽ എറിഞ്ഞിട്ടിട്ട് പോകും, ഇല്ലേ? അപ്പോൾ അതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇതൊക്കെ ലോയൽറ്റിയാണോ? അതായത് സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു പ്രതിബദ്ധതയില്ലായ്മയല്ലേ അത്? അപ്പോൾ സ്വന്തം വീട്ടിനുള്ളിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അടുത്ത് ഭയങ്കര ലോയൽ ആവുകയും രാജ്യത്തിന് നല്ലതല്ല, പിന്നെ പ്രകൃതിക്ക് നല്ലതല്ല, അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ ലോയലാണോ? അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ലോയലാണ്. ബിക്കോസ് അതിന് നമ്മൾ മാംസനിബിഡമായിട്ടുള്ള ലോയൽറ്റി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇയാൾ വേറൊരാളുമായിട്ടും ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യില്ല, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ സെക്ഷൽ റിലേഷൻഷിപ്പ് വെക്കില്ല, ഭാര്യ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് മാത്രമായിരിക്കുമോ അയാളുടെ ലോയൽറ്റി? അപ്പോൾ ഇതെന്താണെന്നറിയോ സമൂഹത്തിൻ്റെ പ്രശ്നം? ഈ ലോയൽറ്റി എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ആ കുട്ടി ചോദിച്ചത് അവരുടെ ബോയ് ഫ്രണ്ടാണോ ഹസ്ബൻഡാണോ കൂടെ ഇവരൊരു പാർട്ടിക്കോ എവിടെയോ പോയപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്, വേറൊരു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിനെ പിടിച്ചു നിന്ന് ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ കൈ പിടിച്ചുകൊണ്ട് നടന്നു, അതൊക്കെ എനിക്ക് വേദന ഉളവാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ മാത്രം പിടിച്ച് നടക്കുക, ആ കുട്ടിയെ പിടിക്കാതിരിക്കുക എന്നുള്ളതല്ലേ? നിങ്ങൾ ആ പിടിക്കുന്നതിന് ഒരു മാനം കാണാതിരുന്നു നോക്കൂ. എന്തെങ്കിലും ചെയ്യട്ടെ, എൻ്റെ ഹാപ്പിനെസ് അവർ കൈ പിടിക്കുന്നതിലല്ല എന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കതൊരു സാധാരണ രീതിയിലുള്ള ഒരു ആക്റ്റായിട്ടല്ലേ തോന്നുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു ബോയും തമ്മിലിങ്ങനെ കൈപിടിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നാറില്ല എന്ന് പറയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതേ ഇൻറ്റൻസിറ്റി, അതേ ഒരു റിലേഷനിൽ നിങ്ങൾ ഈ സ്ത്രീയെ കൈപിടിക്കുന്നതായിട്ട് കണ്ടാൽ പോരെ? ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ശരിയും തെറ്റും ഉണ്ടോ ഒന്നിലും? ഈ പറയുന്ന പൊസസീവ്നെസ് ഉണ്ട്, നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്, എന്നിലുണ്ടായിരുന്നു. ഈ പ്രായം വന്നു കഴിഞ്ഞ് ഈ പക്വത വന്നതിന് ശേഷമാണ് ഞാനും ഈ പറഞ്ഞ പോലെ വന്നിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ അറിവ് എനിക്കൊരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് അതായിരിക്കാം ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. സോ ആ ഒരു റിലേഷനെ നിങ്ങൾ അത്തരത്തിൽ വ്യാഖ്യാനിക്കാതിരുന്നാൽ മതി. നിങ്ങളുടെ വ്യാഖ്യാനമാണ് നിങ്ങളുടെ മനസ്സിൽ സന്തോഷം ഇല്ലായ്മ ഉണ്ടാക്കുന്നത്. ആ ഹസ്ബൻഡ് വേറൊരു ഫ്രണ്ടിൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നു, എന്നെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? അത് അവിടെ ഒരു സന്തോഷക്കുറവ് നിങ്ങൾക്കല്ലേ ഉണ്ടാക്കിയത്, അല്ലേ? അപ്പം നിങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യാതിരുന്നാൽ പോരെ? അതല്ലേ നല്ല ഒരു സ്വാഭാവിക രീതിയിൽ മുമ്പോട്ട് പോകാൻ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കാം കേട്ടോ, ശരി നോട്ട് ചെയ്യുന്നു, അയാൾ എൻ്റെ കൈ മാത്രമേ പിടിക്കാവുള്ളൂ എന്ന് വിചാരിച്ച് നടന്നാൽ അയാൾ ഒരു മിനിറ്റിൽ ചിലപ്പോൾ അയാൾക്ക് ആ മൂന്നാമത് വന്ന കുട്ടിയുടെ അടുത്ത് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയും നിങ്ങൾ അയാളുടെ ലൈഫിൽ ഇല്ലാതിരുന്ന സമയത്ത് മുതൽ അവരുണ്ട്, അല്ലെങ്കിൽ അവരോട് നല്ല കൂട്ടുകെട്ടുണ്ട് പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മൂലമാണ് ആ കുട്ടി കൂട്ടായതെന്നാൽ കൂടി അവിടെ ഈ മാംസനിബിഡമായിട്ടുള്ള ലോയൽറ്റി മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിലേക്ക് നോക്കിയാൽ മതിയല്ലോ. ഈ കൈപിടിക്കുന്നത് വഴി അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ ബന്ധത്തിൽ തുടരുന്നതിൽ എന്താ അർത്ഥമുള്ളത്? യു ഡോണ്ട് ഹാവ് ടു കണ്ടിന്യൂ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ് ഇഫ് യു ആർ നോട്ട് ഹാപ്പി ഇൻ ബിഹേവിങ് ലൈക്ക് ദാറ്റ് ടു ദ അതർ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ സന്തോഷം ആ ഹസ്ബൻഡിൻ്റെയോ ബോയ് ഫ്രണ്ടിൻ്റെയോ പെരുമാറ്റങ്ങളിലാണ് ബന്ധിതമായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ പ്രയാസമായിരിക്കും.
ഈ പറഞ്ഞ നിങ്ങൾ ഒരു ഫ്രണ്ടിനെ കൈപിടിച്ച് നിന്നാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നിങ്ങളോട് എങ്ങനെയായിരിക്കും? അത് നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കൂ. കാരണം എന്താണെന്നറിയോ, ഒരാൾ മാത്രം അങ്ങനെ ചെയ്തുകൂടാ, എനിക്ക് ചെയ്യാം, ബിക്കോസ് എൻ്റെ മനസ്സിലൊന്നുമില്ല, ഞാൻ നല്ല വൃത്തിയും നല്ല എന്താ പറയുക നല്ല ക്ലീൻ ആയിട്ടുള്ള മനനിലയോട് കൂടിയിട്ടുള്ള ആളാണ്. ഐ എം നോട്ട് കറപ്റ്റ്. അതായത് മനസ്സിൻ്റെ ഉള്ളിൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ആയിരിക്കണം. അത് പ്രയാസമായിരിക്കും കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്നത് പ്രയാസമായിരിക്കും. ഓരോരോ റിലേഷൻഷിപ്പിലും വരുമ്പോൾ ഓരോരോ ആളുകൾ ബിഹേവ് ചെയ്യുന്ന പാറ്റേൺസ് അത് ഭയങ്കര നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം കല്യാണം കഴിച്ചു പോയി എന്നുള്ളത് കൊണ്ട് അടിയും ഇടിയും ചതവും ഒക്കെ ഉള്ള സ്ത്രീകളെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് അവരതിൽ നിന്നും പുറത്തേക്ക് വരാത്തത്? അങ്ങനെ അവർക്കൊരു വല്ലാത്ത ഒരു ഭാരമുണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് അത് താഴെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരാത്തത്? കാരണം അവർക്ക് ഭയമാണ്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് നമ്മൾ ഇറങ്ങി നിന്ന് കൊടുക്കുന്നതെന്ന് അറിയില്ല. ഇത് നോൺ ഡെവിളാണ്, മനസ്സിലായോ? ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കുറച്ച് പദം പറഞ്ഞും അല്ലെങ്കിൽ പരാതി പറഞ്ഞും ഒക്കെ അവരങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. ചിലർക്ക് അങ്ങനെയല്ല, അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടണ്ട, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ ശരീരത്തിൽ ക്ഷതം പറ്റിക്കുന്ന ഈ ഒരു ഭർത്താവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന സ്ത്രീകളുണ്ട്. ഞാൻ അവരുടെ വശത്താണ് കേട്ടോ. ശരീരത്ത് മനസ്സിനും ക്ഷതം പറ്റിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷെ മനസ്സിൻ്റെ ക്ഷതം എന്ന് പറയുന്നത് പല രീതിയിലാണ് പല ആൾക്കാർക്കും പറ്റുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടി പറയുന്ന പോലെ അവർക്ക് സങ്കടം വരുന്നുണ്ടാവും, ഇയാൾ ഈ മറ്റേ കുട്ടറെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരുന്ന സമയത്ത് അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ എന്താണെന്നുള്ളത് ഈ മൂന്നാമതിരിക്കുന്ന നമുക്കറിയില്ല. മനസ്സിലായോ? ഭാര്യയായിരിക്കാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ വരുന്ന വിചാരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആസാമിൽ പോയപ്പോൾ അവിടെ അരവിന്ദിൻ്റെ ഫ്രണ്ട്, ഒരേ ഒരു ലേഡിയേ ഉള്ളൂ, 10-20 പേരുടെ നടുക്ക് ആ ഒരു സ്ത്രീ മാത്രമാണ് അവരുടെ കൂടെ ക്ലാസ്മേറ്റ് ആയിട്ടുണ്ടായിരുന്നത്, പെൺകുട്ടി. അപ്പോൾ അവർ ആസാമിൻ്റെ ഗംഷ എന്ന് പറഞ്ഞ ഇതിങ്ങനെ ഗാർലൻഡ് പോലെ ഇട്ട് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഐ ഡോണ്ട് ഫീൽ മച്ച് എന്താ പറയുക ഇമ്പോർട്ടൻസ് ഇൻ ദോസ് തിങ്സ്. പക്ഷേ ഞാൻ എന്തായാലും ആലോചിക്കുമായിരുന്നേ, അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. അപ്പോൾ മറ്റുള്ള ആൾക്കാർ പറയുന്നുണ്ട്, നോക്കൂ അരവിന്ദിൻ്റെ വൈഫ് ഇരിക്കുന്നു, അവരെയും കൂടെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കൂ. അപ്പോൾ ആ സ്ത്രീ പറയണം, അല്ലല്ലല്ല എനിക്കത് വേണം, എനിക്ക് ആ ഫോട്ടോ വേണം, എനിക്ക് ഒറ്റയ്ക്ക് അരവിന്ദിൻ്റെ കൂടെ ഫോട്ടോ വേണം. അപ്പോൾ ഒരു ഭാര്യയായിട്ടുള്ള ഞാൻ എന്താണ് അവിടെ ബഹളം ഉണ്ടാക്കണം അല്ലേ? ദാറ്റ്സ് ഹർ ഇത് അല്ലേ? അവർക്ക് അങ്ങനെ ഇയാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന അത്ര വലിയ കാര്യമാണെങ്കിൽ അപ്പോൾ എൻ്റെ ഭർത്താവ് അത്ര പ്രഷ്യസ് ആണെന്ന് ഞാൻ ചിന്തിച്ചേക്കണം അല്ലേ? കുശുമ്പുണ്ടാകും. അപ്പം നമ്മൾ ആ കുശുമ്പ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉള്ളത്. ആ സത്യഭാമയ്ക്ക് രുക്മിണിയോടുണ്ടായിരുന്നില്ലേ കുശുമ്പ്? അല്ലെങ്കിൽ രുക്മിണി ഭയങ്കര കുശുമ്പായിരുന്നു എന്നാണ് പറയണത് കഥയിലൊക്കെ, ഭാഗവതത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണൻ അത് ഭയങ്കരമായിട്ട് ടാക്കിൾ ചെയ്യുമായിരുന്നു, ഭാമയും രുക്മിണിയും തമ്മിലുള്ള ഈ വഴക്കുകൾ എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ബാധിക്കാതെ നോക്കേണ്ടത് നിങ്ങളാണ്. ഇൻ ദ സെൻസ്, ഈ കൈ പിടിച്ചതുകൊണ്ട് പാതിവൃത്യമില്ലാതെ ആവുകയോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആ സ്ത്രീയുടെ കൂടെ പോയി എന്നോ ഒന്നും അർത്ഥമില്ല. ഞാൻ നേരത്തെ എൻ്റെ അനുഭവം അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. പക്ഷേ കുശുമ്പ് തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുശുമ്പുകൾ നമ്മൾ മാറ്റിയെടുക്കുക. പിന്നെ പയ്യെ പയ്യെ ഇവർക്കും ഈ കൈ പിടിക്കുന്നൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ ഒരു കൊലീഗിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന ഒരു മെയിൽ ഫ്രണ്ട്, നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് ഹഗ് ചെയ്യും എല്ലാവരും. ദാറ്റ് ഈസ് നോട്ട് എന്താ പറയുക, വരൂ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, അങ്ങനെയല്ല. അതൊരു നമ്മളതിന് എത്രത്തോളം പ്രാധാന്യമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പരസ്ത്രീഗമനം അങ്ങനെയൊക്കെ ചെയ്യുന്ന പുരുഷന്മാരെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞു തന്നെ, ഇതിനെ ഈ ഒരൊറ്റ ആക്ടിനെയാണ് ഞാൻ പറയണത്. അതായത് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഫീമെയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഭാര്യമാർക്ക് തോന്നുന്ന ഒരു ചെറിയ കുശുമ്പാണത്. ആ കുശുമ്പ് വേണം, അത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ഒരു റിലേഷൻ, ഈ ഭർത്താവ് ഭാര്യ എന്ന്
പറയുന്ന ആ റിലേഷൻ മുമ്പോട്ട് പോകുള്ളൂ. പക്ഷേ അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് നമ്മൾ എടുത്താൽ മതി. അതൊരു ചെറിയ കുശുമ്പ് എന്നുള്ള മട്ടിലങ്ങ് എടുത്താൽ മതിയെന്നേ. ചില സമയത്ത് ഈ ഹസ്ബൻഡ്സിന് അങ്ങനെ കുശുമ്പ് ഉണ്ടാക്കുന്ന പരിപാടിയും കൂടി ഉണ്ട്. ഇവക്ക് ചിരിച്ചു വന്നട്ടെ, ഇവക്ക് ഞാനിത്തിരി പ്രഷ്യസാണെന്ന് തോന്നിക്കോട്ടെ, എന്നെയും ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നിക്കോട്ടെ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിലൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ ആരാണ് ആ ചോദ്യം ചോദിച്ചത്? ആ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കാണുന്നവർക്കും ഇത് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? സോ എല്ലാം അതിൻ്റേതായ രീതിയിൽ എടുത്താൽ മതി. എല്ലാം എടുത്ത് ഇവിടെ ഇങ്ങനെ കയറ്റി വെക്കണ്ട. ഓക്കെ, ചിയേഴ്സ്. നാളെ കാണാം കേട്ടോ. പെട്ടെന്ന് വന്നതാണ്, ഞാൻ പുറത്തൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അതൊക്കെ പോയി വാങ്ങിച്ചിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ നോക്കണം. I have to cook. Okay then, bye. See you.